BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് ദുരന്ത നിവാരണ നിയമപ്രകാരമാണെങ്കിലും നഷ്ടപരിഹാര നിർണയത്തിന് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം ബാധകമാകും. ഭൂമി കൈവശത്തിലെടുക്കും മുൻപ് നഷ്ടപരിഹാര തുക നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ ഭൂമിയുടെയും അതിലെ മരങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും മൂല്യനിർണ്ണയ നടപടി വൈകാതെ ആരംഭിക്കേണ്ടി വരും. പുനരധിവാസത്തിന് ഉടൻ നടപടി വേണ്ട പശ്ചാത്തലത്തിലാണ് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. ഹാരിസൺ നെടുമ്പാൽ എസ്റ്റേറ്റിന്റെ 65.41 ഹെക്ടറും എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78.73 ഹെക്ടറും ഏറ്റെടുക്കാനുള്ള 2024 ഒക്ടോബർ 4 സർക്കാർ ഉത്തരവിൽ തുടർ നടപടി അനുവദിക്കുന്നതായിരുന്നു കോടതിയുടെ വിധി. ഭൂമി ഏറ്റെടുക്കലിന് 2013 നിയമം ബാധകമാക്കിയാൽ പ്രാഥമിക വിജ്ഞാപനം, ഹിയറിംഗ്, ആഘാത പഠനം തുടങ്ങിയ നടപടിക്രമങ്ങൾക്ക് കുറഞ്ഞത് 1 വർഷമെങ്കിലും താമസമുണ്ടാകും. ദുരന്ത പശ്ചാത്തലത്തിൽ മറ്റേത് നിയമത്തെക്കാളും മുൻഗണന ദുരന്ത നിവാരണ നിയമത്തിനുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നിർണ്ണയിക്കണമെന്നും കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. മതിയായ നഷ്ടപരിഹാരം കിട്ടാതെ പോകുമോ എന്ന ആശങ്ക എസ്റ്റേറ്റ് ഉടമകൾ ഉന്നയിച്ചിരുന്നു. വിഭവങ്ങൾ പരിമിത കാലത്തേക്ക് ഉപയോഗിക്കുന്നതിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം മാത്രമാണ് ദുരന്ത നിവാരണ നിയമത്തിൽ പറയുന്നതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്ഥിരം ഏറ്റെടുക്കലിനുള്ള നഷ്ടപരിഹാര നിർണ്ണയത്തെക്കുറിച്ച് നിയമത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഈ ആവശ്യത്തിന് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം ബാധകമാക്കാമെന്നാണ് കോടതിയുടെ വിധി. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുള്ളതായി ഡോക്ടർമാർ അറിയിച്ചു. തനിക്ക് വേദനയ്ക്കുണ്ടെന്നും ഉമാ തോമസ് ഡോക്ടറോട് പറഞ്ഞു. 25% മാത്രമാണ് നിലവിൽ വെന്റിലേറ്റർ സഹായം. 2 ദിവസത്തിനുള്ളിൽ വെന്റിലേറ്റർ പൂർണ്ണമായി നീക്കാനാകുമെന്നാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷ. ശ്വാസകോശത്തിനേറ്റ് ചതവും ക്ഷതവും മൂലം പുറത്ത് വെള്ളം കെട്ടുന്ന അവസ്ഥ ഉണ്ടെന്നും ഇന്നലെ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിലുണ്ട്. ഇതിൽ വലിയ ആശങ്ക വേണ്ടെങ്കിലും കൃത്യമായ നിരീക്ഷണവും ചികിത്സയും വേണ്ടി വന്നേക്കാമെന്നും ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ നിയോഗിച്ച ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ കാർഡിയോ വാസ്കുലാർ, ന്യൂറോളജി, പൾമനോളജി വിഭാഗം വിദഗ്ധരുടെ സംഘം റിനൈ മെഡിസിറ്റിയിലെത്തി ചികിത്സാ സംഘവുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങി. ചികിത്സയിലും MLAയുടെ ആരോഗ്യനിലയിലുണ്ടായ പുരോഗതിയിലും ഇവർ സംതൃപ്തി അറിയിച്ചതായും റിനൈ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് പറഞ്ഞു. KPCC പ്രസിഡന്റ് K. സുധാകരൻ ഇന്നലെ ആശുപത്രിയിലെത്തി ഡോക്ടർമാരോട് വിവരങ്ങൾ തേടിയിരുന്നു. കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യോട്ടെ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ എറണാകുളം CBI പ്രത്യേക കോടതി ഇന്ന് വിധിക്കും. വിചാരണ നേരിട്ട 24 പ്രതികളിൽ 14 പേർ കുറ്റം ചെയ്തതായും കോടതി കണ്ടെത്തിയിരുന്നു. 1 മുതൽ 8 വരെ പ്രതികളായ A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ്, 10-ാം പ്രതി T. അഞ്ജിത്ത്, 15-ാം പ്രതി A. സുരേന്ദ്രൻ എന്നിവർക്കെതിരെ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കൊലക്കുറ്റം അടക്കമുള്ള ഗുരുതര വകുപ്പാണ് കോടതി ചുമത്തിയിട്ടുള്ളത്. 14-ാം പ്രതി K. മണികണ്ഠൻ, 20-ാം പ്രതി മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി എന്നിവർക്കെതിരെ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന തെളിവ് നശിപ്പിക്കലും പ്രതികളെ സഹായിക്കലുമാണ് കോടതി ചുമത്തിയ കുറ്റങ്ങൾ. വിചാരണ നേരിട്ട 10 പ്രതികളെ കോടതി തെളിവുകളുടെ വിഭാഗത്തിൽ വിട്ടയച്ചിരുന്നു. വിചാരണ നേരിട്ട എല്ലാവരും CPM പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണ്. 2019 ഫെബ്രുവരി 17 രാത്രി 7:45 കൊലപാതകം നടന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കലൂരിലെ നൃത്തപരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുന്നതിനിടെ ഉമാ തോമസ് MLAയ്ക്ക് വീണ് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ മൃദംഗ വിഷൻ ഉടമ നികോഷ് കുമാർ അറസ്റ്റിൽ. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ നികോഷ് കുമാറിനെ 7.5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പാലാരിവട്ടം പോലീസിൽ ഹാജരാകണമെന്നും നികോഷിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇയാൾ കീഴടങ്ങിയത്. ഇയാളുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കാമെന്നാണ് സൂചന. കേസിൽ ദിവ്യ ഉണ്ണി ഉൾപ്പെടെയുള്ള കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. അമേരിക്കയിലുള്ള ദിവ്യ ഉണ്ണിയുടെ മൊഴി വീഡിയോ കോൺഫറൻസിലൂടെയാകും രേഖപ്പെടുത്തുക. അതേസമയം ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രശസ്ത കാർഡിയോ thoracic ആൻഡ് വാസ്കുലർ സർജനുമായ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി.
ആമ്പല്ലൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി സ്ഥാപിച്ച താൽക്കാലിക ബണ്ട് സാമൂഹിക വിരുദ്ധർ തകർത്തു. വേമ്പനാട്ട് കായലിൽ നിന്ന് തോടുകളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ എണ്ണക്കാട്ടുതറ ഞണ്ടുകാട് ഭാഗത്ത് സ്ഥാപിച്ച ബണ്ടാണ് തകർത്തത്. ചൊവ്വാഴ്ചയാണ് ആദ്യം ബണ്ട് തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് പരിഹരിച്ചെങ്കിലും വീണ്ടും തകർത്തു. ഉപ്പുവെള്ളം തടയാൻ 15 ബണ്ടുകളാണ് ഇറിഗേഷൻ വകുപ്പ് താൽക്കാലികമായി നിർമ്മിക്കുന്നത്. കുറ്റികൾ അടിച്ച് ചെളി നിറച്ചും പലക ഉപയോഗിച്ചുമാണ് ബണ്ടിടുന്നത്. ഇത് ഒരു വശത്ത് ഇളക്കിയതോടെ ബണ്ട് തള്ളിപ്പോയി. ബണ്ട് തകർന്നു കിടന്നാൽ വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം തോടുകളിലേക്ക് കയറുമെന്നും നാട്ടുകാർ പറയുന്നു. ബണ്ട് തകർത്തതിൽ കരാറുകാരൻ മുളന്തുരുത്തി പോലീസിൽ പരാതി നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.